വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ആ വാർത്തയിൽ ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ട് അഫാനെ ചോദ്യം ചെയ്യലൊക്കെയാണ് പുരോഗമിക്കുന്നത്. അതേസമയം അഫാന്റെ ബാപ്പ നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പുതിയ വിവരം. മുമ്പ് അവിടെ ചില യാത്രാരേഖകളുമായി ബന്ധപ്പെട്ട് അവിടെയും ചില സാമ്പത്തിക പ്രശ്നങ്ങളെന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരാൻ ആണ് കഴിഞ്ഞത്. അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഇന്ന് 7:45 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ശാലിനി ചേരുന്നുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന്. ശാലിനി, ഉമ്മയുടെ നിലപാട് നിർണായകമായിരുന്നു. വാപ്പയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. കാരണം അഫാൻ പറയുന്നത് പ്രധാനമായും സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന കാര്യമൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ വാപ്പ നാട്ടിലേക്ക് വരുന്നതും ഈ കേസിൽ വളരെ നിർണായകമാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വിട പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ ദിവസവും അഫാൻ പറഞ്ഞിട്ടുള്ളത് ഇതൊരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത മൂലം കൂട്ട ആത്മഹത്യയിലേക്ക് പോകുക അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു ഈ ഒരു കൂട്ടക്കൊല എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ ഒരു നിലപാട് തന്നെയാണോ ഈ ഉമ്മയും പറയുന്നത് എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. ഇന്ന് എന്തായാലും നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുക്കലുകളൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ്. ഇന്ന് രാവിലെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഷെമിയുടെ മൊഴി ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസ് നിർണായകമായിട്ടുള്ള തെളിവുകളും രേഖകളും ഒക്കെ ഇന്ന് ലഭിച്ചേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ കൂടി പോലീസിന് പങ്കുവെക്കാനുണ്ട്. ഒപ്പം തന്നെയാണ് അബ്ദുൾ റഹീം അഫാന്റെ പിതാവ് ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സാമ്പത്തിക ബാധ്യത മൂലം അവിടെ കുടുങ്ങിപ്പോയ അദ്ദേഹത്തിന്റെ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ ഇടപെടൽ മൂലമാണ് ഇന്ന് കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. 7:45 കൂടിയാണ് ദമാമിൽ നിന്നുള്ള ഫ്ലൈറ്റ് തിരുവനന്തപുരം ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ എത്തുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗം, അദ്ദേഹത്തിന്റെ സുഹൃത്തൊക്കെ ആയ വ്യക്തി കൂടി ചേരുകയാണ്. ചിലപ്പം ഇന്ന് രാവിലെയോട് കൂടി 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം എത്തുകയാണ്. അപ്പോൾ എന്തായിരുന്നു ഈ ഒരു ഇടപെടല് സന്നദ്ധ സംഘടനകളുടെയൊക്കെ? സന്നദ്ധ സംഘടന ഇടപെട്ടുകൊണ്ടാണ് ഈ പെട്ടെന്നൊരു വരാനുള്ള സാധ്യത തെളിഞ്ഞത്. അതായത് നമ്മുടെ നാസ് വക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. പുള്ളിക്കാരെ സാമൂഹ്യ പ്രവർത്തകർ, ദമാമിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകരാണ്. അതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. എല്ലാം കൂടെ ബന്ധപ്പെട്ടിട്ടാണ് ഒറ്റ ദിവസം കൊണ്ടുള്ള ഒരു പെട്ടെന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. ഏകദേശം ഇന്നലെ സൗദി ടൈം 3 മണിയോട് കൂടിയാണ് വരാനുള്ള സാഹചര്യത്തിലുള്ള എല്ലാ പേപ്പേഴ്സും അവിടെ എല്ലാം ക്ലിയർ ആയത്. പിന്നെ ടിക്കറ്റ് രാത്രി കിട്ടി. രാത്രി തന്നെയാണ് വരുമെന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞത്. നമ്മൾ ഏകദേശം 8 വർഷത്തോളമായി. ഇപ്പോൾ കടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹത്തിന് അവിടെ ഉണ്ട്. അതൊക്കെ സുഹൃത്തുക്കളൊക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് യാത്രയായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. ഇതുമായിട്ട് ബന്ധമില്ല. ഒരു വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുടുംബമാണ്. ഇപ്പൊ ഈ അഫാന്റെ ഈ ഒരു കൃത്യം നിർവഹിക്കാൻ സാമ്പത്തിക ബാധ്യതയൊക്കെ ആയിട്ടുണ്ട്. ഈ ആർഭാട ജീവിതം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നയിക്കുന്ന ഒരു അങ്ങനെയാണ് ഇപ്പൊ അടുത്ത് നമ്മൾ ഈ ചാനലിലൂടെയും ഇങ്ങനെ അറിയുന്നത് അങ്ങനെയാണ്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലും നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇത് വരുന്നതിന്റെ ഒരു സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഒരുപാട് വർഷം അദ്ദേഹത്തിനെ ഇനി ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. ഇവരെല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ ഹോസ്പിറ്റലാണ്, ഇളയ മകൻ ഇല്ല. അപ്പോൾ മാനസികാവസ്ഥ ഭയങ്കര വളരെ മാനസികാവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ്. അദ്ദേഹം അവിടെ നിന്ന് ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇനി അദ്ദേഹത്തിന് എല്ലാവരും ചേർത്ത് നിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാന ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇവിടുന്ന് എങ്ങോട്ടേക്കായിരിക്കും നേരെ നമ്മൾ പാങ്ങോട് പോകും. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള അങ്ങനെ. അതല്ല എന്നുണ്ടെങ്കിൽ പാങ്ങോട് പോയിട്ട് താഴെപ്പാങ്ങോട് പള്ളിയിൽ പോയിട്ട് അവരുടെ മക്കളുടെ ഖബറൊക്കെ സിയാറത്ത് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ഓക്കെ, താങ്ക് യു. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഏറെ ആശങ്കകൾക്കൊടുവിലാണ് 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അബ്ദുൾ റഹീം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നമുക്കറിയാം, പ്രതീക്ഷയോടുകൂടിയാണ് പലരും പ്രവാസ ലോകം സ്വീകരിക്കുന്നത്. പക്ഷേ ആ പ്രവാസ ലോകത്ത് നിന്ന് മടങ്ങുന്നത് ഇത്തരത്തിലുള്ള വിഷമതകൾ നിറഞ്ഞൊരു അന്തരീക്ഷത്തിലേക്കാണ് എന്നുള്ളൊരു വിഷമമാണ് ഇപ്പോൾ അബ്ദുൾ റഹീമിനുള്ളത്. സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചു വരാൻ ഷിൻസ് കൂടി നമുക്ക് ദുബായിൽ നിന്ന് ചേരുന്നുണ്ട്. ഷിൻസ, അവിടെ നിന്ന് ഈ അഫാന്റെ ബാപ്പ തിരിക്കുന്നു. ഇപ്പോൾ അവരെ സൂചിപ്പിക്കുന്ന അനുസരിച്ചാണെങ്കിൽ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് അദ്ദേഹമുള്ളത്. സ്വാഭാവികമായും, കാരണം ഒരു കുടുംബത്തിൽ ഉമ്മ ഉൾപ്പെടെയുള്ള പലരെയും അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നു. ഉറ്റവരെയൊക്കെ നഷ്ടമായിരിക്കുന്നു. അതിന് സ്വന്തം മകൻ തന്നെ കാരണമായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്കൊക്കെയാണ് പോകേണ്ടത്. വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ വരവ് എങ്ങനെയാണത് സാധ്യമായത്?
അഫാന്റെ ബാപ്പ അബ്ദുൾ റഹീം നാട്ടിലേക്ക് തിരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. 7 വർഷത്തിന് ശേഷമാണ് ഇദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. രാവിലെ 7:30യോടെ സൗദിയിലെ ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തെത്തും. സാമ്പത്തിക പ്രതിസന്ധി, താമസരേഖയില്ലാത്തതും റഹീമിന്റെ യാത്ര പ്രതിസന്ധിയിലാക്കിയിരുന്നു. 7 വർഷമായി നാട്ടിൽ പോകാനാവാതെ കഴിയുന്നതിനിടയിൽ ഉറ്റവരുടെ കൂട്ടക്കൊലപാതകമെന്ന വലിയ ദുരന്തമൊത്ത് സർവ്വതും തകർന്നു നിന്ന സ്ഥിതിയിൽ നിന്നാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലാണ് ഇതിന് കാരണമായത്. പ്രിയപ്പെട്ടവരെ മകൻ കൊന്നുതള്ളിയപ്പോൾ ഇതൊന്നും അറിയാതെ ദമാമിലെ കാർ ആക്സസറീസ് കടയിൽ ജോലി ചെയ്യുകയായിരുന്നു അബ്ദുൾ റഹീം. ദീർഘകാലം റിയാദിൽ കാർ ആക്സസറീസ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ അതൊക്കെ നഷ്ടമായ ശേഷം, അതിൽ നഷ്ടം സംഭവിച്ച ശേഷം 1.5 മാസം മുമ്പാണ് ദമാമിലേക്ക് അദ്ദേഹം വരുന്നത്. അബ്ദുൾ റഹീമിന്റെ താമസരേഖയുടെ ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞിട്ട് 3 വർഷമായിരുന്നു. 3 വർഷത്തെ ഇക്കാമ ഫീസ് ലെവിയും പുതുക്കാൻ വൈകിയതിലുള്ള പിഴയും സഹിതം ഏതാണ്ട് 1.5 ലക്ഷത്തോളം റിയാൽ അടച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇതിനുള്ള പണം കണ്ടെത്താൻ ഒരു മാർഗവും അബ്ദുൾ റഹീമിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. നടത്തിവരുന്ന കച്ചവടം തകർന്നതിനാൽ വൻ സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹം സൗദി നാടുകടത്തൽ കേന്ദ്രത്തെ സമീപിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ദയനീയ അവസ്ഥ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയ ശേഷം അതോടെയാണ് നാട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. 3 ദിവസം നടപടിക്രമങ്ങൾ, എന്നാൽ അത് കുറഞ്ഞത് 3 ദിവസം കൊണ്ട് തീർക്കേണ്ട നടപടിക്രമങ്ങൾ 1 ദിവസം കൊണ്ട് തന്നെ തീർക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായത്. മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി രഹസ്യമായാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ പിന്തുടരുന്നത്. 7 വർഷത്തിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ടവരൊന്നും വീട്ടിലില്ല എന്നൊരു സാഹചര്യമാണുള്ളത്. ഉമ്മയും മകനും സഹോദരന്റെ ഭാര്യയും സ്വന്തം മകനാൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മകന്റെ ക്രൂരതയാൽ ഭാര്യ ആശുപത്രിയിലാണ്. തണലാകേണ്ട മൂത്ത മകനാണെങ്കിൽ കൊലപാതക കേസിൽ പോലീസ് കസ്റ്റഡിയിലുമാണ്. ഒരു പ്രവാസിയും ആഗ്രഹിക്കാത്തൊരു മടക്കയാത്രയാണ് ഇപ്പോൾ അബ്ദുൾ റഹീമിൻ്റെത്. ഈ സാഹചര്യത്തിലാണ് നാട്ടിലേക്ക് വരുന്നത്. ഓക്കെ, ഷിൻസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു പ്രവാസി നാട്ടിലേക്ക് വരുമ്പോൾ അതിങ്ങനെ ആകരുത് എന്ന്, അത് നേരത്തെ അഫാൻ്റെ പിതാവിൻ്റെ സുഹൃത്തും അത് സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഒരുപാട് പ്രതീക്ഷകളോടെയും അതീവ സന്തോഷത്തോടെയുമാണ് ഓരോ പ്രവാസിയും നാട്ടിലേക്ക് വരിക. പക്ഷേ ഇതിപ്പോൾ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് അദ്ദേഹം ചേർന്നിരിക്കുന്നത്. ശാലിനി വിമാനത്താവളത്തിൽ തുടരുന്നുണ്ട്. ശാലിനി, ഇവിടെ ഇനി മറ്റ് നടപടിക്രമങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ ഇതിപ്പോൾ? കാരണം നമുക്കറിയാം, അഫാൻ്റെ ബാപ്പ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ചോദ്യം ചെയ്യൽ എന്നുള്ളത് വളരെ പ്രധാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുക, അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്, വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഇതിലേക്ക് വഴിവെച്ചു എന്ന് അഫാൻ പറയുമ്പോൾ തന്നെ അത് തന്നെയാണോ കാരണം എന്ന് തെളിയിക്കേണ്ടതുണ്ട്. കാരണം സാമ്പത്തിക ബാധ്യത ആണ് എങ്കിൽ പോലും ഇത്ര നിഷ്ഠൂരമായി വളരെ നോർമലായി നിന്നുകൊണ്ട് ഈ 5 കൊലപാതകങ്ങളും ഒരു കൊലപാതക ശ്രമവും നടത്തിയത് അഫാൻ അങ്ങനെ കഴിയുമോ എന്ന്, അതിനുശേഷവും വളരെ നോർമലായി തന്നെ അഫാൻ പെരുമാറും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ സാധ്യമാകും എന്നതിലാണ് എല്ലാവരെയും കുഴയ്ക്കുന്നത്. ഒരുപക്ഷെ മനഃശാസ്ത്ര വിദഗ്ധർ പോലും കുഴഞ്ഞു പോകുന്നൊരു കാര്യമാണ് അഫാൻ്റെ ഈ പെരുമാറ്റം. ഇപ്പോൾ ബാപ്പയ്ക്ക് നിർണായകമായ വിവരങ്ങൾ നൽകാൻ കഴിയും, പോലീസും അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതൊക്കെയുണ്ട്. പക്ഷെ എങ്ങനെയാണ് അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുക ഉടനെ എന്ന കാര്യത്തിൽ പോലും നമുക്ക് വ്യക്തതയില്ല. വിവരങ്ങൾ എന്തൊക്കെയാണ്, അത് മറ്റ് നടപടിക്രമങ്ങൾ, അദ്ദേഹം വന്നതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഈ ഒരു കൊലപാതകം സാമ്പത്തിക പ്രതിസന്ധി മൂലമാണോ എന്നതിൽ ഒരു വ്യക്തത നൽകേണ്ട ജീവിച്ചിരിക്കുന്ന 2 പേരിൽ ഒരാൾ ഉമ്മ ആണ്, ഷെമിയാണ്, മറ്റൊരാൾ ഈ പിതാവ് അബ്ദുൾ റഹീമാണ്. 2 പേരും ഇന്ന് ഇവിടെ എത്തും. ഒരാൾ ഇവിടെ എത്തുന്നു, ഒരാൾ ഇവിടെ ആശുപത്രിയിൽ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു. ഇപ്പോൾ ഇന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ഈ 5 കൊലപാതകങ്ങളും താൻ ചെയ്തതും ഉമ്മയെ കൊല്ലാൻ ശ്രമം നടത്തിയതടക്കം ഉള്ള കാര്യങ്ങൾ അഫാൻ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ്. കാരണം പിതാവിന് അവിടെ ഒരു യമൻ സ്വദേശിയുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് നടത്തിയിരുന്നു, അത് പൊളിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധി തീർക്കേണ്ടതായിട്ടുണ്ട്. ഇടയ്ക്ക് വിസിറ്റിംഗ് വിസയിൽ അഫാൻ അവിടേക്ക് പോയിരുന്നു, അവിടെ പോയി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരികെ വന്നതുമാണ്. പിന്നീട് ഈ ഉമ്മുമ്മയോടും ഒപ്പം തന്നെ അച്ഛൻ്റെ സഹോദരങ്ങളോടും ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും സഹായം നൽകാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ്
തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അഫാൻ നിലവിൽ പറയുന്നത്. അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ? ഈ കുടുംബം താമസിച്ചിരുന്ന വീട് വിറ്റ് സാമ്പത്തിക പ്രതിസന്ധി തീർക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഒപ്പം തന്നെയാണ് അഫാന്റെ ഉമ്മ ഷെമിക്ക് 65 ലക്ഷം രൂപയോളം കടമുണ്ട് എന്നുള്ളതും ഇടയ്ക്ക് റിപ്പോർട്ടുകളായി വന്നിരുന്നു. സ്വാഭാവികമായും അതും സാമ്പത്തിക പ്രതിസന്ധിയായി നിൽക്കുന്നത് ഉണ്ടോ എന്നൊരു സ്ഥിരീകരണം നൽകേണ്ടത് ഷെമിയാണ്. ഒപ്പം തന്നെ പിതാവിൽ നിന്നും ഇക്കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈകാരിക കാരണങ്ങളാണോ പെൺസുഹൃത്ത് അടക്കമുള്ളവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്വന്തം സഹോദരനെ അടക്കം 10 വയസ്സിന്റെ വ്യത്യാസമുള്ള സ്വന്തം സഹോദരനെ അടക്കം കൊല ചെയ്തത് എന്നുള്ളതിലാണ് പോലീസ് ഒരു വ്യക്തത തേടുന്നത്. എന്തായാലും ഇന്ന് ഷെമിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കുകയാണ് അഫാനെ കസ്റ്റഡിയിൽ കിട്ടാൻ. ഒപ്പം തന്നെ സൽമാ ബീവിയെ അതായത് ഉമ്മൂമ്മയെ കൊന്ന കേസിലാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് വൈകിട്ടോടെ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് 4 കേസുകളിൽ കൂടി ഇന്ന് അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുക. 10 ദിവസത്തേക്കുള്ള കസ്റ്റഡി അപേക്ഷയായിരിക്കും നൽകാൻ പോകുന്നത്. ആ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭ്യമായ ശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്യുക. കാരണം എവിടൊക്കെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്? 23 വയസ്സുകാരൻ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് എങ്ങനെ ഇത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി? മറ്റേതെങ്കിലും ഓൺലൈൻ ഗെയിമുകളുമായിട്ട് ഈ അഫാന് ബന്ധമുണ്ട്? അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മാജിക് പോലെയുള്ള ഇടപാടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. എല്ലാ തലത്തിലൂടെയുമുള്ള ഒരു അന്വേഷണവും പോലീസ് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഉമ്മയുടെ മൊഴി കൂടി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും അച്ഛനിൽ നിന്ന് കൃത്യമായി ഉപ്പയിൽ നിന്നും കൃത്യമായി വിവരങ്ങൾ ചോദിച്ചറിയുക. അതൊരു ചോദ്യം ചെയ്യലായിരിക്കില്ല, പകരം ഒരു കാര്യങ്ങൾ പ്രാഥമികമായി ചോദിച്ചറിയുന്ന നടപടി മാത്രമായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധു പറഞ്ഞതുപോലെ അബ്ദുൾ റഹീം ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. 7:00 അദ്ദേഹം വിമാനത്താവളത്തിലെത്തും. അതിനുശേഷം അദ്ദേഹത്തിന് ഇവിടെ നിന്ന് നേരെ പാങ്ങോടേക്ക്, വെഞ്ഞാറമൂട് പാങ്ങോടേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ കുഞ്ഞിനെ, അതായത് ഇളയ മകനെ സംസ്കരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ച പള്ളിയിൽ പോകുന്നുണ്ട്. അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഈ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 7 വർഷത്തിലധികമായി അദ്ദേഹം അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അതിനു മുൻപ് പ്രവാസ ലോകത്തേക്ക് അദ്ദേഹം പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ മടക്കയാത്ര ഇങ്ങനെ ആകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മാനസിക നില അമ്പെ തകർന്നിരിക്കുകയാണ്. കാരണം സ്വന്തം അച്ഛൻ, സ്വന്തം അമ്മ, ഒപ്പം തന്നെ സഹോദരങ്ങൾ 2 പേർ, കൂടാതെ ഇളയ പുത്രൻ, ഭാര്യ, സ്വന്തം മകനാൽ ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിനിരയായി ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുന്നു. എന്തായാലും അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം പോലീസ് വിശദമായി അദ്ദേഹത്തിൽ നിന്ന് വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയും. ഒരുപക്ഷെ ഇനി അദ്ദേഹം തിരികെ ദമാമിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഏതൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിർണായകമായ ഒരു കൂട്ടക്കൊല കേസിലെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. ഒരു ഭാഗത്ത് അഫാന്റെ ചോദ്യം ചെയ്യലുകൾക്കുള്ള സാധ്യതകൾ തെളിയുന്നു, മറുഭാഗത്ത് ഉമ്മയുടെ ചോദ്യം ചെയ്യലുകൾ ഇന്നുണ്ടാകും. കൂടാതെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു അന്തരീക്ഷത്തിലേക്ക് ആ പിതാവ് ഇന്ന് പറന്നിറങ്ങുകയാണ്. വീണ. ശരി ശാലിനി, തീർച്ചയായും ഇന്ന് വളരെ നിർണായകമാണ് ഈ കേസിൽ. ശാലിനി സൂചിപ്പിച്ച കാരണങ്ങൾ കൊണ്ട് തന്നെ ഏറെക്കാലത്തിന് ശേഷം അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നു അബ്ദുൾ റഹീമിന്. അത് വരുമ്പോൾ ഒരു വലിയ കൊലക്കേസിൽ, വലിയൊരു കൂട്ടക്കൊലപാതക കേസിൽ ഇടപെട്ട് അതിൻ്റെ മറുപടി പറയുന്നതിന് വേണ്ടി കൂടിയാണ് അദ്ദേഹം വരുന്നതെന്ന് പറയുന്ന സങ്കടകരമായ കാര്യമുണ്ട്. അതേസമയം തന്നെ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മറ്റ് കേസുകളിൽ കൂടി ഇന്ന് അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. മാത്രമല്ല അഫാൻ്റെ ഉമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അവർ സ്ഥിതി സ്റ്റേബിളായി തുടരുന്ന സാഹചര്യത്തിൽ അവരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്താനുള്ളതും സാധ്യതയുമാണുള്ളത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കാര്യങ്ങളാണ് സംഭവിക്കാനിരിക്കുന്നത്.